ഹേ ഗൈസ് അപ്പം കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരുന്നത്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പം മനസ്സിലാകുമായിരിക്കാം എന്നും എൻ്റെ വീഡിയോ കാണുന്നവർക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ കുറേ ആൾക്കാർ ഗൈസ് എന്നോട് ചോദിച്ചു വീടിൻ്റെ പണിയൊക്കെ എന്തായെന്ന്, വീടിൻ്റെ അപ്ഡേറ്റ്സ് ഗൈസ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് കാണിച്ചൊന്നുമില്ല. വീടിൻ്റെ പരിപാടി ഗൈസ് അവിടെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത്ര ഫാസ്റ്റായിട്ടല്ല നടക്കുന്നത്. കാരണം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് അതിങ്ങനെ ലേറ്റ് ആകുന്നത്. എന്തായാലും നമ്മൾ പെതിയാണ് ഗൈസ് ആ ഒരു പണി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും കറൻ്റ്ലി അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം ആ ഒരു വീടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇത് നമ്മുടെ എസ് ക്ലാസ് ചെറുക്കൻ ഗൈസ്, മേ ബാക്കിലാണ് നമ്മളിന്ന് പോകുന്നത്. വണ്ടിയിലാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വണ്ടി നേരത്തെ ഫുൾ ബ്ലാക്ക് ആയിരുന്നു. അതിപ്പം ഞാൻ ഡുവൽ കളറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. മേളിൽ ബ്ലാക്കും അതുപോലെ തന്നെ താഴെ വൈറ്റും ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു ലക്ഷറി ലുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ ബ്ലാക്ക് എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും ബ്ലാക്ക് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഹെഡ്ലൈറ്റിൽ നൈസായിട്ട് കേസ് ഒരു ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ലക്ഷറി ഫീൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത്. ഓൾറെഡി നമ്മുടെ വണ്ടി ലക്ഷറി ഫീലാണ്, പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ ആംബിയൻസ് ലൈറ്റ് എല്ലാം ബ്ലൂ ആണല്ലോ. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ആ ഒരു ഹെഡ്ലൈറ്റിലും ബ്ലൂ കൊടുത്തിരിക്കുന്നത്. എന്തായാലും കേസ് നമുക്ക് സമയം കളയേണ്ട, നേരെ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോയേക്കാം. ഞാൻ ഇന്നലെ കേസ് നമ്മുടെ വണ്ടി വാഷ് ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്താണ്. ഇന്നലെ ഇവിടെ കുറേ വണ്ടികളുണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് രാവിലെയാണ് കേട്ടോ നമ്മുടെ വണ്ടി തിരിച്ച് കിട്ടിയത്. അപ്പോൾ കേസ് നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. ഇന്നെന്തായാലും അവിടെ പരിപാടിയൊന്നും നടക്കുന്നില്ല. അപ്പം നമുക്ക് വീഡിയോ എടുക്കാമല്ലോ. നിങ്ങളാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെക്കാട്ടിലും കേസ് ഒരുപാട് മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ മിറ്റമാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ കേസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഏകദേശം ഒരു 60% വർക്ക് മാത്രമേ നമ്മുടെ വീടിൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു വലിയൊരു ലക്ഷറി ഹൗസൊന്നും അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് എനിക്ക് ഒരാൾക്ക് മാത്രം താമസിക്കാൻ പറ്റിയിട്ടുള്ളൊരു നോർമൽ ഹൗസാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പരിപാടികളും ഇങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് കേസ് ഓരോ ഐഡിയാസൊക്കെ കിട്ടുന്നത്. അപ്പം പണിത് ഇപ്പോൾ ഏകദേശം ഒരു നല്ല ലുക്കിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ടെന്നാണ് കേസ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ആ ഒരു മതിലൊക്കെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. ഈ പ്രാവശ്യം നമ്മൾ ഫുള്ള് മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം വീട്ടിലേക്ക് കയറാനായിട്ട് നേരത്തെ കേസ് ഒരു സ്ലോപ്പ് പോലെ ആയിരുന്നു. ഇപ്പം നമ്മൾ ഫ്ലോറൊക്കെ ഇട്ടതുകൊണ്ട് ഈ ലോവർ ചെയ്ത വണ്ടികളൊക്കെ കയറാനായിട്ട് കുറച്ച് ടാസ്ക്കാണ്. എന്നും പറഞ്ഞ് വലിയ ടാസ്ക്കൊന്നും ഇല്ല. നമ്മൾ ശ്രദ്ധിച്ച് ചരിച്ച് കയറ്റുവാണെങ്കിൽ വണ്ടി ഒരു കുഴപ്പമില്ലാണ്ട് കയറി പോകുന്നതായിരിക്കും. ഇത് കണ്ട് അത്യാവശ്യം നല്ല ലോവറായിട്ടുള്ളൊരു വണ്ടിയാണ്. അതെന്തായാലും അടിയൊന്നും ഇടിക്കാതാണ് കേട്ടോ കയറി പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കേസ് ഇവിടെ ചെറിയൊരു കാർ പോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 2 കാർ ഇടാൻ പറ്റിയിട്ടുള്ളൊരു ചെറിയ കാർ പോർച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുകയാണെങ്കിൽ കേസ് നമുക്കിങ്ങനെ വലിയ മുറ്റമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം അതിന് വേണ്ടി കേസ് ഞാൻ വേറൊരു പരിപാടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓവറോൾ ഒരു ലുക്കെന്ന് പറയുകയാണെങ്കിൽ. അതുകൊണ്ട് ഇവിടെ എൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നവൻ വെയിറ്റി യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞതേ ഇവിടെ സൈഡിൽ നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ മാത്രമല്ല ഇപ്പുറത്തെ സൈഡിലും കൂടെ നമുക്ക് അതുപോലൊരു ബോർഡ് വെക്കണം. കാരണം എല്ലാവരും തന്നെ ഈ ഒരു വഴി കൂടെ ആയിരിക്കുമല്ലോ അങ്ങോട്ട് വന്ന് കയറുന്നത്. അപ്പോൾ മിക്കവരും കേസ് ആ ഒരു ബോർഡൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ നമുക്ക് ഇപ്പുറത്തും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും വീട് കേസ് അത്യാവശ്യം ഇപ്പോൾ ഒരു ലക്ഷറി ലുക്ക് തോന്നുന്നുണ്ടല്ലേ. എന്തായാലും എനിക്കെന്തായാലും കേസ് പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വീട്. ഇവിടുന്ന് നിങ്ങൾ ഫ്രണ്ടിൽ നോക്കുമ്പം ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞ പോലെ തോന്നും. പക്ഷേ കേസ് മേളിലൊന്നും ഒരു വർക്ക് പോലും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിന് നമ്മൾ ഈ ഒരു ഫ്ലോർ ഇട്ടപ്പോഴാണ്, ഒരു മുറ്റം സെറ്റാക്കിയപ്പോഴാണ് വീടിൻ്റെ ഒരു ലുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മാറി സെറ്റായത്. അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ ഗാർഡൻ പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ കേസ് നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു ചെറിയൊരു കാർ പോർച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വണ്ടി കറക്റ്റ് ലെവൽ കേസ് കിടക്കുന്നുണ്ട്. നമ്മുടെ M5ൻ്റെ ഒരു അളവ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതെന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നീളമുള്ളൊരു വണ്ടിയാണല്ലോ. അപ്പോൾ നമുക്ക് പെതിയ കേസ് അകത്തേക്ക് അങ്ങ് കയറിയേക്കാം. അതിനു മുമ്പ് കേസ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് ഇവിടെ സൈഡിൽ അങ്ങോട്ടൊരു വഴി നിങ്ങൾ കാണുന്നുണ്ടോ? അത് നമ്മൾ ബാക്കിൽ കേസ് ഒരു വലിയ കാർ പോർച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അവിടെ നമുക്ക് നമ്മുടെ ബസ് കൊണ്ടിടാമെന്ന്. പക്ഷേ കേസ് ബസ് ഇങ്ങോട്ട് കയറ്റാനായിട്ട് കുറച്ച് ടാസ്ക്കാണ്. അപ്പം ഇവിടെ മൊത്തം കേസ് നമ്മൾ സെറ്റാക്കി വേറെ ലെവലാക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു ബാക്കിൽ കുറേ കാര്യങ്ങൾ, കുറേ ഐഡിയാസൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. നമുക്ക് കുറേ കാറുകളുണ്ടല്ലോ. അപ്പോൾ എല്ലാ കാറുകളും നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ കൊണ്ടിടാനായിട്ട് പറ്റത്തില്ല. അതിനുള്ളൊരു സ്ഥലമില്ല. അതുകൊണ്ടാണ് ഞാൻ ബാക്കിലോട്ട് ഇങ്ങനെ ഇത് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ഗേറ്റിൻ്റെ ആ ഒരു സൈസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വണ്ടി എന്തായാലും ഇങ്ങോട്ടൊരു കുഴപ്പമില്ലാണ്ട് കയറിപ്പോവും. ഞാൻ അതൊക്കെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതാണ്.
ഓക്കെ ഗൈസ്, ഇനി നമുക്ക് സമയം കളയാണ്ട് നേരെ വീടിൻ്റെ അകത്തേക്ക് അങ്ങ് പോയേക്കാം കേട്ടോ. വീടിൻ്റെ അകത്ത് ഞാനൊരു വെറൈറ്റി സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എന്നിട്ട് ഡോർ ഓപ്പൺ ആക്കുമ്പം തന്നെ നമ്മുടെ ഹാളാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. TV, സോഫ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ അങ്ങറ്റത്തൊരു ചെറിയ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല ഗൈസ്, ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ. അതിനുശേഷം തന്നെ ഇവിടെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഡൈനിങ് റൂമാണ് കേട്ടോ കാണാനായിട്ട് പറ്റുന്നത്. ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഗ്ലാസ് ഇട്ടേക്കുന്നൊരു ഡൈനിങ് ടേബിളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ കിച്ചണായിട്ട് വരുന്നത്. കിച്ചൺ എന്തായാലും കേസ് ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് ഞാൻ എന്താണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു കിച്ചൺ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മളിങ്ങോട്ട് സൈഡിലേക്ക് വരുമ്പം ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പം എൻ്റെ ഒരു സ്റ്റുഡിയോ ആക്കിയാലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. അല്ലാണ്ട് വേറെ റൂമിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല, ആകെ ഒരു റൂമിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു 2 റൂം ഇടാം അല്ലേ. ഇനി നമ്മുടെ ഒരു മെയിൻ സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വീടിന് ഞാനൊരു ലിഫ്റ്റും കൂടെ സെറ്റ് ചെയ്തേക്കുവാണ്. മേളിലേക്കും താഴേക്കും വരാനായിട്ട് ഒരു അടിപൊളി ലിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ട് ഈ ഒരു ലിഫ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. എന്തായാലും അതിൻ്റെ പ്രവർത്തനമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് മേളിലേക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് കയറി മേളിലേക്ക് ചെല്ലുമ്പം ഇവിടെ നമ്മുടെ സൈഡിൽ ആ ഒരു ലിഫ്റ്റിൻ്റെ ഇത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ മേളിലാണ് ഇപ്പം കറൻ്റ്ലി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു റൂമാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ റൂം വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു ഹാള് പോലെ സെറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ റൂമായിട്ട് ഞാൻ സെറ്റാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡോർ അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കിനും അടിപൊളി ഒരു ബാൽക്കണിയൊക്കെയാണ്. എനിക്കാണെങ്കിൽ ബാൽക്കണി വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കാറുകളൊക്കെ ഇങ്ങനെ താഴെ കിടക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും വലിയൊരു ബാൽക്കണിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വീടിൻ്റെ മൊത്തം വർക്ക് കഴിയുമ്പോഴത്തേനും കേസ് നല്ല രസമായിരിക്കും വീട് കാണാനായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ കേസ്, നമുക്കങ്ങനെ വലിയ ലക്ഷറിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വലിയ ലക്ഷറി വെക്കുവാണെങ്കിൽ കേസ് ഇന്നെങ്ങും വർക്ക് തീരത്തില്ല. ഇതിൻ്റെ ഒരു കാരണം കേസ് ഞാൻ ചുമ്മാ ഇരിക്കുമല്ലോ, നമുക്ക് വേറെ കുറേ ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു വീടിൻ്റെ പണി ഇങ്ങനെ ലേറ്റ് ആകുന്നത്. എന്തായാലും ഉടനെ തന്നെ കേസ് ഇത് നമുക്ക് തീർത്തിട്ടൊരു ഹൗസ് വാമിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് കുറേ ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യണം കേസ്, എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കണം. ഓക്കെ, ഇനി നമ്മുടെ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് മേളിലേക്ക് പോകാനായിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് കയറുമ്പോഴാണ് ഞാൻ മേളിലെത്തി. കണ്ടോ, സ്പീഡാണ്. നമ്മൾ അത്ര സെക്കൻഡും കൊണ്ട് നമ്മൾ നേണ്ട മേളിലേക്ക് എത്തും. എന്തായാലും ഇവിടുത്തെയും കൂടെ ലിഫ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കുമ്പോഴത്തേനും അതിൻ്റെ പരിപാടിയും കൂടെ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ കേസ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ആദ്യം പണിതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ക്രിസിൻ്റെ വീടായിരുന്നു. അത് പണിത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു വീട് മൊത്തത്തിൽ അങ്ങ് പൊളിഞ്ഞു പോയി. അങ്ങനെ ആ ഒരു വർക്ക് ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ പിന്നെ അവന് വീടില്ലാണ്ട് അവൻ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ ഇവിടെ വീട് വെച്ചത് കൊണ്ട് കേസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു വീട് കണ്ടോ, അത് നമ്മുടെ ക്രിസ് അങ്ങ് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ക്രിസും. ആഹാ, വൈബ് കേസ്, ഒന്നും പറയാനില്ല. അപ്പം അവനിവിടെ കേസ് ഉടനെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീട് എന്താണ്ടൊക്കെ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. മതിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമായിരിക്കും. എന്തായാലും കേസ് ഞാൻ ചിലപ്പം ഗേറ്റ് ഇടത്തില്ലായിരിക്കും കേട്ടോ. അതിൻ്റെ ഒരു കാരണം ഞാൻ എപ്പോഴും വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഗേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആരൊരു എപ്പോഴും ഇറങ്ങി തുറന്ന് അങ്ങനെ ഒരു ഇതായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും ഗേറ്റ് മിക്കവാറും ഇടത്തില്ലായിരിക്കും. ആർക്കും എപ്പോൾ വേണമെങ്കിലും കേസ് എൻ്റെ വീട്ടിൽ വന്ന് കയറാവേ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി എന്തായാലും കേസ് ഞാൻ നേരെ നമ്മുടെ പഴയ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയും കുറച്ച് കഴിയുമ്പോഴത്തേനും വർക്കേഴ്സൊക്കെ വന്നിട്ട് ഇവിടുത്തെ പണികളൊക്കെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ, ഫോട്ടോ എടുത്തില്ലല്ലോ, ഇനി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കണം. എന്തായാലും ഇവിടെ ഗൈസ് ഇങ്ങനത്തെ ഒരു സ്ലോപ്പ് വന്നതുകൊണ്ട് എന്തായാലും നന്നായെന്ന് പറയാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നേരെ പറപ്പിച്ചായിരിക്കും വീട്ടിലോട്ടൊക്കെ വണ്ടി കയറ്റുന്നത്. ഇതാകുമ്പം ശ്രദ്ധിച്ച് നോക്കി എടുക്കുമല്ലോ. ഇപ്പം വലിയ വണ്ടിയാണെങ്കിൽ ഞാൻ പറപ്പിച്ചായിരിക്കും എടുക്കുന്നത്. എന്തായാലും നാളെ കാണാം. ബൈ.